നമസ്കാരം. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ജീവിതത്തിൽ ഉണ്ടാകുന്ന കടുത്ത പ്രതിസന്ധികളെ ആർജവത്തോടെ അതിജീവിക്കുകയാണ് വേണ്ടത്. പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള മോട്ടിവേഷൻ വാചകങ്ങൾ ആണിത്. എന്നാൽ ആത്മഹത്യ ചെയ്യുന്നവർക്ക് കാരണങ്ങൾ പലതാണ്. ഇപ്പോഴിതാ ഒരു ജനപ്രതിനിധി തന്നെ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. തിരുവനന്തപുരത്തെ നഗരസഭാ കൗൺസിലർ ആണ് ആത്മഹത്യ ചെയ്തത്. BJP നേതാവ് കൂടിയാണ് എന്ന് മാത്രവുമല്ല, BJPയുടെ പോരാട്ടങ്ങൾക്കും സമരങ്ങൾക്കുമൊക്കെ മുന്നിൽ നിന്ന് നയിച്ച ആൾ കൂടിയാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. എന്താകാം അതിന് കാരണം? നമുക്ക് നോക്കാം. സ്പോട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തിരുവനന്തപുരത്ത് BJP കൗൺസിലർ തൂങ്ങി മരിച്ചു. തിരുമല കൗൺസിലർ K. അനിൽകുമാറാണ് ഓഫീസിനുള്ളിൽ തൂങ്ങി മരിച്ചത്. BJPക്കെതിരെ അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമുണ്ട് എന്നാണ് വിവരം. അനിൽ നേതൃത്വം നൽകുന്ന സഹകരണ ബാങ്ക് സാമ്പത്തികമായി തകർന്നിരുന്നു. വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ എത്തിയ മാധ്യമപ്രവർത്തകരെ BJP പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. ന്യൂസ് 18 കേരളത്തിന്റെ ക്യാമറയും ട്രൈപോഡും തകർത്തു. എന്തായാലും BJP പ്രവർത്തകരുടെ ആവേശമൊക്കെ കൊള്ളാം. മാധ്യമപ്രവർത്തകരെ അവിടെ നിന്ന് ഇറക്കിവിടാനുള്ള ഒരു ആവേശം, ഒരുപക്ഷെ ഈ ആവേശം അനിൽകുമാറിന്റെ വിഷയത്തിൽ അദ്ദേഹം ഉന്നയിച്ച പരാതിയിൽ കാണിച്ചിരുന്നുവെങ്കിൽ ഈ ജീവൻ നഷ്ടമാകുമായിരുന്നോ എന്നുള്ളതാണ് സംശയം. കാരണം ഈ ആത്മഹത്യാക്കുറിപ്പിലടക്കം BJP നേതൃത്വത്തിനെതിരെ പരാമർശമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പാർട്ടി അവസാന നിമിഷം വരെയും കൂടെ ഉണ്ടായിരുന്നുവെന്നുമാണ് BJP നേതാക്കൾ പറയുന്നത്. തിരുമല വാർഡിൻ്റെ ജനപ്രിയ കൗൺസിലർ കൂടിയായിട്ടുള്ള തിരുമല അനിയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള മരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, തിരുമലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർഭാഗ്യകരമായിട്ടുള്ള, നിരാശാജനകമായിട്ടുള്ള, ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് കാണുന്നത്. തിരുമല അനി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലൂടെ വളർന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ വാർഡ് പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റ്, ജില്ലാ വൈസ് പ്രസിഡന്റ്, ജില്ലാ ജനറൽ സെക്രട്ടറി എന്ന നിലയിലും അതോടൊപ്പം തിരുമല വാർഡിലും തൃക്കണ്ണാപുരം വാർഡിലും 2015-ലും 2020-ലും 2 തെരഞ്ഞെടുപ്പുകളിൽ വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ച തിരുമല അനില് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമായിട്ടുള്ള ഒരു വേർപാടാണ് എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. നിക്ഷേപകരുടെ പണം തിരികെ നൽകാൻ കഴിയാത്തതാണ് അനിൽകുമാർ ജീവനൊടുക്കാൻ കാരണമെന്നാണ് CPIM ജില്ലാ സെക്രട്ടറി V. ജോയ് ആരോപിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി സാരംഗ് സുധാകരൻ ആണ് ചേരുന്നത്. സാരംഗ്, മാധ്യമപ്രവർത്തകരെ അടക്കം അവിടെ നിന്ന് നീക്കാൻ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമമുണ്ടായി. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ BJP നേതാവിൻ്റെ പ്രതികരണത്തിൽ തന്നെ പറയുന്നുണ്ട്, ഈ വ്യക്തി വളരെ കൃത്യമായി RSSലൂടെ വളർന്നു വന്ന ആൾ ആണ്, BJPയുടെ സംഘടനാ ഭാരവാഹിത്വം വഹിച്ച ആൾ ആണ്, 2 തവണ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച ആൾ ആണ് എന്ന്. അങ്ങനെ ഒരാൾ മരണപ്പെടുന്നു, ആത്മഹത്യ ചെയ്യുന്നു, അത് സ്വാഭാവികമായും അങ്ങേയറ്റം ഗൗരവത്തോടെ കാണേണ്ടതാണല്ലോ. അത്രമേൽ ഗൗരവമായൊരു വിഷയം ഈ മരണത്തിന് പിന്നിൽ ഉണ്ടാകുമല്ലോ. തീർച്ചയായും അത്രയും വളരെ ഗൗരവപരമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായത്. കാരണം ഇത്തരത്തിൽ തിരുവനന്തപുരത്തെ BJPയുടെ ഒരു മുഖമായിരുന്നു അദ്ദേഹം. വളരെ സജീവമായി ചെറുതും വലുതുമായ എല്ലാ ജനകീയ വിഷയങ്ങളിലും കൃത്യമായി ഇടപെടുന്ന ഒരു വാർഡ് കൗൺസിലർ ആയിരുന്നു. നാട്ടുകാർക്കടക്കം ഈ ചെറിയ പ്രായം തൊട്ട് തന്നെ ഈ ഒരു രാഷ്ട്രീയ രംഗത്ത് വളരെയധികം സജീവമായ ഒരു വ്യക്തിയാണ്. ഇങ്ങനെ ഒരു
വാർഡ് കൗൺസിലറായി നിൽക്കുക ഇങ്ങനെ ഒരു ഓഫീസിൽ തന്റെ ഔദ്യോഗിക കാര്യങ്ങൾ നടത്തുന്ന ഒരു ഓഫീസിനകത്ത് തൂങ്ങി മരിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ഗുരുതരവും വേദനാജനകവുമായ ഒരു സംഭവമാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. മാത്രമല്ല ഈ ഒരു സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലൊരു വിവാദം വളരെ കുറച്ച് കാലങ്ങളായി ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ ഒരു സാമ്പത്തിക ബാധ്യത ഇദ്ദേഹം നേതൃത്വം നൽകുന്ന ഒരു അതായത് സാമ്പത്തിക സ്ഥാപനമാണിത്. മാത്രമല്ല BJPയുടെ നേതൃത്വത്തിലാണെന്ന് നടക്കുന്നത്. പക്ഷേ അത് ഈ നേതൃത്വ നിരയിൽ ഇദ്ദേഹം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ബാധ്യത മുഴുവൻ തന്റെ ചുമലിലാണ്. അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു അദ്ദേഹത്തിന്. അത് ഇത്തരത്തിലൊരു കാരണമായിരുന്നു ഈ ഒരു മരണത്തിലേക്ക് പോയി എന്നാണ് തുടക്കം തൊട്ട് തന്നെ ആരോപണം ഉയർന്നത്. മാത്രമല്ല ഈ ഒരു ജനകീയ മുഖം തന്നെ വിശ്വസിച്ച് പണം ഏൽപ്പിച്ച പലരെയും അദ്ദേഹത്തിന് ഫേസ് ചെയ്യാനടക്കമുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു BJP നേതൃത്വത്തിന് ഈ ഒരു കാര്യത്തിൽ കൃത്യമായി ഇടപെടാൻ കഴിഞ്ഞില്ല. അതുമൂലമാണ് ഈ ഒരു മരണത്തിലേക്ക് തള്ളിയിട്ടു എന്നാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നത്. പക്ഷേ ഈ ഒരു ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. മാത്രമല്ല ഈ ഒരു മാനസിക അസ്വാസ്ഥ്യം അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ടും അല്ലാതെയും മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. അല്ലാതെ ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ ഒരു കൗൺസിലറുടെ ഒരു ഓഫീസിൽ ഇങ്ങനെ ഒരു കൃത്യം നടത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം ഓഫീസിൽ കയറി ആത്മഹത്യ, അതായത് ഇത്രയും കാലങ്ങളോളമായി പൊതുരംഗത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. മാത്രമല്ല ജനങ്ങളുമായി ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും കടുത്ത തീരുമാനത്തിലേക്ക് പോകണമെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായ കാരണങ്ങൾ ഉണ്ടാവാം. തുടക്കം തൊട്ട് തന്നെ ഉയർന്നു വന്ന ഒരു ആരോപണമായിരുന്നു ഈ സാമ്പത്തിക സംഘവുമായി ബന്ധപ്പെട്ട ആരോപണം. കാരണം അതിൽ ഇടത് സംഘടനകളടക്കം കൃത്യമായ ഒരു പരാമർശം ഉയർത്തിയില്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് ഈ ഒരു BJP നേതൃത്വത്തിന്റെ അംഗങ്ങളായതുകൊണ്ട് തന്നെ കൃത്യമായ പരാതിയുമായി ആരും മുന്നോട്ട് വന്നിട്ടില്ല. അത് പുറത്തേക്ക് അധികം വരാത്തൊരു വിഷയമായതുകൊണ്ടാണ് ഇതിൽ അവർ ഇത്തരത്തിലൊരു പെട്ടെന്നുള്ള മരണം ജനങ്ങൾക്കിടയിൽ അടക്കം ഒരു പെട്ടെന്നൊരു ഞെട്ടലുണ്ടാക്കിയത്. ഈ ഒരു മാധ്യമ സംഘത്തിനടക്കം മർദ്ദനമേൽക്കാൻ കാരണം ഇത് ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഒരു ആത്മഹത്യക്കുറിപ്പിൽ ഇങ്ങനെ ഒരു പരാമർശമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ഒരു മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് തന്നെ. പക്ഷേ ഇത് ഈ അണികൾക്കിടയിൽ ഒരു പ്രകോപനം ഉണ്ടായി. കാരണം ഇങ്ങനെ ഒരു ജനകീയ മുഖമുള്ളൊരു നേതാവിന് നഷ്ടപ്പെട്ട സമയത്തുണ്ടായ ഒരു വൈകാരിക പ്രകടനം എന്നതിലുപരി ഇത്തരത്തിൽ നേതൃത്വത്തിനെതിരെയുള്ള ഒരു ആയുധമായി ഇത് മാറുന്നു എന്ന ഈ അണികളുടെ ഒരു തിരിച്ചറിവിലായിരുന്നു സംഘം ചേർന്നുള്ള ആക്രമണം. തുടക്കം തൊട്ട് തന്നെ ഇവിടെ നിന്നുമുള്ള ഒരു ഭീഷണിയുടെ സ്വരമുണ്ടായിരുന്നു. ഇത്തരത്തിൽ അത് അടിസ്ഥാനരഹിതമാണ്, അത് വാർത്ത കൊടുക്കരുത് എന്നടക്കമുള്ള ഭീഷണിയുടെ സ്വരം, ഒറ്റപ്പെട്ട ഭീഷണികളുടെ സ്വരമുണ്ടായിരുന്നു. അത് പിന്നെ സംഘം ചേർന്നുള്ള അങ്ങനെയെങ്കിൽ സാരംഗ് തീർച്ചയായും അത് തെറ്റാണെങ്കിൽ ഇത് നമ്മൾ വാർത്തയായി നൽകുമ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച്, അതായത് വലിയശാല ഫാൺ ടൂർ സൊസൈറ്റി ഈ ഓഫീസിൽ ആണല്ലോ അനിൽകുമാർ, ഇതുമായി ബന്ധപ്പെട്ട് ആണല്ലോ ഈ പണത്തിൻ്റെ ഇടപാടിലൊക്കെ ചില തർക്കങ്ങൾ ഉണ്ടായി എന്നും ഒക്കെ പറയുന്നത്. ഒപ്പം ഈ സൊസൈറ്റിയിൽ പ്രശ്നമുണ്ടായപ്പോൾ താൻ ഒറ്റപ്പെട്ടു, മറ്റാരും സഹായിച്ചില്ല, ഒറ്റ പൈസ പോലും താൻ എടുത്തിട്ടില്ല, എല്ലാ കുറ്റങ്ങളും തൻ്റെ നേർക്കായി എന്ന മട്ടിലൊക്കെയുള്ള പ്രതികരണങ്ങൾ ഈ ആത്മഹത്യക്കുറിപ്പിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ കൃത്യമായൊരു വിശദീകരണം നേതൃത്വം നൽകുന്നുണ്ടോ? അതായത് അവിടെ എന്താണ് ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ കരുവന്നൂർ ഉൾപ്പെടെ ഈ സൊസൈറ്റികളുടെ പണം നിക്ഷേപിച്ചവർ പലരും പണത്തിന് വേണ്ടി തിരികെ യാചിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ ഭരണസമിതികൾ കോൺഗ്രസിൻ്റേതുണ്ട്, CPM-ൻ്റേതുണ്ട്, BJP-യുടേതുണ്ടോ, എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു പിഴവ് സംഭവിച്ചിട്ടില്ല എങ്കിൽ അതിൽ കൃത്യമായൊരു മറുപടി നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ടോ? വളരെ കൃത്യമായൊരു മറുപടി നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും ഇത്തരത്തിൽ ഈ സ്ഥാപനത്തിനെയും ഒപ്പം തന്നെ ഈ ഒരു വാർഡ് കൗൺസിലറെയും തള്ളിപ്പറയാത്ത രീതിയിലായിരുന്നു ഈ കരമന ജയന്റെ അടക്കം പ്രതികരണം. അതായത് ഈ ഒരു സാമ്പത്തികമായി ഈ സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ അത്തരത്തിലുള്ളൊരു ചെറിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ അതിൽ പാർട്ടി കൃത്യമായി ഇടപെട്ടു. കാരണമല്ല 2 ദിവസം മുൻപ് തന്നെ ഇതിൽ പല ഇങ്ങനെ ലോൺ അടക്കം തിരിച്ചടക്കാത്ത പല കുടുംബങ്ങളിലും പാർട്ടി അടക്കം നേരിട്ട് പോയി അതിലൊരു തീരുമാനം ഉണ്ടാക്കി എന്നടക്കമുള്ള വിശദീകരണങ്ങളുണ്ട്. പക്ഷേ അത് എത്രത്തോളം ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക ബാധ്യത എത്രത്തോളം അത് വലുതായാണ് എന്നതൊന്നും അവർ വ്യക്തമാക്കുന്നില്ല. കാരണം ഈ ഒരു അതായത് ഈ നമുക്ക് ലഭിക്കുന്ന ഇൻപുട്ടുകൾ അനുസരിച്ച് ഏതാണ്ട് 6 കോടി രൂപയിലധികം സൊസൈറ്റി വായ്പ നൽകിയിട്ടുണ്ട്. അതിനിടെ പലരും നിക്ഷേപ തുക തിരിച്ച് ആവശ്യപ്പെട്ടെത്തിയപ്പോൾ അത് നൽകാൻ സാധിക്കാതെ പോകുന്നുണ്ട്. അങ്ങനെയുള്ള പണം തിരികെ നൽകാൻ സാധിച്ചില്ല. ഇതേ തുടർന്ന് ചില പരാതികൾ വരികയും പോലീസ് അനിൽകുമാറിനെ വിളിപ്പിച്ചിരുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇതൊന്നും നേതൃത്വം സ്ഥിരീകരിക്കുന്നില്ല എന്നാണോ സാരംഗ്? തീർച്ചയായും അത്തരത്തിൽ ഈ ഒരു തുടക്കം തൊട്ട് തന്നെ നേതാക്കൾ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം നമുക്കറിയാം, നമ്മൾ അവിടെ ഉടനടി തന്നെ എത്തുകയും ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്ത സമയത്ത് പലരും ഈ സെന്ററിൽ നിന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇത്തരത്തിൽ ഇങ്ങനെ തീർത്തും ഈ കാര്യങ്ങൾ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം. അതായത് മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഇത്തരത്തിൽ പ്രതികരിച്ചുകൊണ്ടിരുന്ന കരമന ജയന്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ പ്രതികരണം ഉണ്ടായത്. അതായത് ഈ ഒരു സാമ്പത്തികമായ പ്രതിസന്ധി ചെറിയ രീതിയിൽ ഉണ്ടെങ്കിലും അത് പരാതിയായി ഉയർന്നിരുന്നില്ല, അത് പരിഹരിക്കാനുള്ള എല്ലാ നടപടികളും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ്
ഈ നേതാക്കളടക്കം പറയുന്നത്. അതായത് ഈ ഒരു വാർഡ് കൗൺസിലറെ ഒറ്റപ്പെടുന്ന തരത്തിലുള്ള ഒരു നടപടി പാർട്ടി എടുത്തിട്ടില്ല, അദ്ദേഹത്തിന് സംരക്ഷിച്ചിരുന്നു, കൃത്യമായി ഇതിൽ ഇടപെടൽ നടത്തിയിരുന്നു എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ച കാരണം ഇതാണെന്നുള്ള സൂചന ശക്തമാണ്. കാരണം ഇത്തരത്തിലുള്ള മറ്റ് വ്യക്തിപരമായ കാരണങ്ങളൊന്നും തന്നെയില്ല. ഇദ്ദേഹം വർഷങ്ങളായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു സാമ്പത്തിക രംഗം, ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം തന്നെയാണ് മരണത്തിലേക്ക് നയിക്കാനുള്ള ഒരു പ്രധാന കാരണമായി ഉന്നയിക്കുന്നത്. പക്ഷേ അതിൽ ആത്മഹത്യക്കുറിപ്പുമായി ബന്ധപ്പെട്ട വ്യക്തത പോലീസ് വരുത്തിയിട്ടില്ല. ഇതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ലഭിച്ചിട്ടില്ല. പക്ഷേ ഇതായിരിക്കാം എന്നുള്ള സൂചനയുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി നൽകാനും നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ഒരു മൗനം പാലിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലായിരുന്നു തുടക്കം തൊട്ട് തന്നെ നേതാക്കന്മാർ ഇതിനോട് പ്രതികരിച്ചത്. പിന്നീട് മാധ്യമപ്രവർത്തകർക്ക് നേരെ അതിക്രമം ഉണ്ടായപ്പോഴാണ് ഇതിൽ ഒരു മറുപടി നൽകാനടക്കം നേതാക്കൾ തയ്യാറായത്. ഇതിൽ സംഗതി, അതായത് പാർട്ടിയെ ചോദ്യമുനയിൽ നിർത്തിക്കൊണ്ടുള്ള മാധ്യമപ്രവർത്തകരുടെ പല ചോദ്യങ്ങളും പിന്നെ വാർത്തകളും അടക്കം ഇവരെ പ്രകോപിതരാക്കി എന്നാണ് മനസ്സിലാക്കിയത്. അങ്ങനെ സംഘം ചേർന്ന് ഇങ്ങനെ ഒരു പരാക്രമം കാണിക്കുകയായിരുന്നു. നിരവധി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇത്തരത്തിലൊരു വലിയ മാധ്യമ ശ്രദ്ധ ഇതിനാകർഷിക്കുന്നു എന്ന മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു അതിക്രമം നടത്തിയത്. ഈ ഒരു വാർത്ത ഇല്ലാതാക്കാൻ വേണ്ടി സ്വാഭാവികമായും മാധ്യമ ശ്രദ്ധയുണ്ടാകും. മാത്രവുമല്ല, തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട മുഖം കൂടിയാണ് അനിൽകുമാറിൻ്റേത്. നമ്മൾ ന്യൂസ് 18 ചാനലിൽ തന്നെ തിരുവനന്തപുരം നഗരസഭയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ രാഷ്ട്രീയമോ ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ പാർട്ടി തന്നെ അനിൽകുമാറിനെ അതിഥിയായി ചർച്ചകൾക്ക് അയക്കാറുണ്ട്. BJP ഔദ്യോഗികമായി തന്നെ അനിൽകുമാറിനെയാണ് ചർച്ചകൾക്കായി അയക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ, അതും ആത്മഹത്യ ചെയ്യുമ്പോൾ സ്വാഭാവികമാണല്ലോ സാരംഗ്, അത് വാർത്തയിൽ ഇടം പിടിക്കുക തന്നെ ചെയ്യും. അതിപ്പോൾ BJPയുടെ നേതാക്കളോ അണികളോ ഒന്നും അമർഷം കൊണ്ടിട്ടോ കലി പൂണ്ടിട്ടോ കാര്യമൊന്നുമില്ല. എന്തിനാണ് ആത്മഹത്യ ചെയ്തത്, എന്താണ് അതിന് പിന്നിൽ എന്നുള്ളത് അറിയാൻ എല്ലാവർക്കും അവകാശവുമുണ്ട്. അത് മാധ്യമപ്രവർത്തകരടക്കം തിരക്കുകയും ചെയ്യും. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം തുടക്കം തൊട്ട് തന്നെ ഇതിന് വലിയ മാധ്യമ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. കാരണം ഈ ഒരു വാർഡ് കൗൺസിലർ എന്നതിലുപരി അദ്ദേഹം വളരെയധികം ജനപ്രിയനായ, അതായത് ഇത്തരത്തിൽ ജനങ്ങളുടെ കാര്യങ്ങളിൽ വളരെ ഇത്തരത്തിൽ പൊതുരംഗത്ത് വളരെ മുൻപോട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇത് മാത്രം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ആത്മഹത്യ ചെയ്ത സ്ഥലം ഇത്തരത്തിൽ ഒരു അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഇത്തരത്തിൽ ഓഫീസിലാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു മറ്റൊരു മുഖമുണ്ട്. കാരണം വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ ഒരിക്കലും ഒരു വ്യക്തി തന്റെ ഓഫീസിനകത്ത് തൂങ്ങി മരിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കില്ല. കാരണം അത്തരത്തിൽ വ്യക്തിപരമായ കാരണങ്ങളാണെങ്കിൽ മറ്റു പല സ്ഥലങ്ങളുമായിരിക്കും തിരഞ്ഞെടുക്കുക. മാത്രമല്ല, ഈ ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കെ ഓഫീസ് തിരഞ്ഞെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ആത്മഹത്യ കുറിപ്പ് എഴുതി വെച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യണമെങ്കിൽ കൃത്യമായി ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഇതിന്റെ പിന്നിൽ ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. അത് മാത്രമല്ല, ഇതിൽ ഒരു വ്യക്തത മുന്നണിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇതിന്റെ ആരോപണം ഉയരുമ്പോൾ തന്നെ അത് വ്യക്തമായ കണക്കുകൾ നിരത്തി ഒരു മറുപടി നൽകുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് കഴമ്പില്ല എന്ന് മുന്നണിക്ക് കൃത്യമായി വ്യക്തമാക്കാമായിരുന്നു, ജനങ്ങൾക്ക് മുൻപിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ. അതിനു പകരം ഇത്തരത്തിലൊരു പരാക്രമം കാണിച്ച് ഈ ഒരു വാർത്ത ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തി. അത് വിഫലമാവുകയും ചെയ്തു. മാത്രമല്ല, ഇത് കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കുകയും ചെയ്യുകയാണ് പിന്നീട് ഉണ്ടായത്. നമുക്കറിയാം, ഇത്രയും തിരുവനന്തപുരത്തിന്റെ ഭാഗത്ത് തിരുവനന്തപുരം വാർഡ് കൗൺസിലായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. മാത്രമല്ല, കഴിഞ്ഞ ദിവസമടക്കം ഈ ഒരു ഭരണകൂട ഈ തിരുവനന്തപുരം ഇത്തരത്തിലുള്ള ഒരു ഇടത് സംഘടനയ്ക്ക് നേരെയുള്ള പല അഴിമതി ആരോപണം വാർഡ് കൗൺസിലറുടെ രാജി അടക്കം ഉണ്ടായിരുന്നു. അതൊരു രാഷ്ട്രീയ ആയുധമായി ഇടത് അംഗങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാതിരിക്കാനുള്ള ഒരു പ്രതിരോധമായിരുന്നു തുടക്കം കൊണ്ട് തന്നെ ഇദ്ദേഹം ഇത്തരത്തിൽ മുന്നണി ഉയർത്തിക്കൊണ്ടുവന്നത്. അത് പാളിപ്പോയി എന്ന തരത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതിൽ കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കുകയും ഇനി കൂടുതൽ മറ്റ് നേതാക്കളുടെ അടക്കം പ്രതികരണങ്ങൾ ഉണ്ടാകും. ഇനി പോലീസിന്റെ ഭാഗത്തുനിന്നടക്കം ഒരു കൃത്യമായ ഒരു പ്രതികരണം ഉണ്ടായാൽ മാത്രമേ മരണത്തിലേക്ക് നയിച്ച കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരികയുള്ളൂ. അഭിലാഷ്. യെസ്, അതോടൊപ്പം മറ്റ് നടപടികൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? മറ്റ് നടപടികൾ തുടരുകയാണോ? നിലവിൽ മൃതദേഹം അവിടെ നിന്നും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം പോലീസ് അകമടിയോടുകൂടി ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. നിലവിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഇവിടെ സ്ഥലത്തുണ്ട്. മാത്രമല്ല, ഈ ഒരു പോസ്റ്റ്മോർട്ടം നടപടികൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് മൃതദേഹം കുടുംബാംഗങ്ങൾക്ക് വിട്ടുകൊടുക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കഴിഞ്ഞു എന്നാണ് മേയർ അടക്കം പ്രതികരിച്ചിട്ടുള്ളത്. പോലീസിന്റെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. മാത്രമല്ല, ജീവനക്കാർ അറിയിച്ച ഉടൻ തന്നെ പോലീസ് അവിടെ എത്തിയിരുന്നു. നിലവിൽ എല്ലാ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തീകരിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. എന്തായാലും ഗുരുതരമായ ആരോപണങ്ങൾ ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ട് എന്നാണല്ലോ സാരംഗ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 6 കോടി രൂപയോളം ലോണായി നൽകിയിട്ടുണ്ട്. അത് തിരിച്ചു കിട്ടാത്തതാണോ എന്നതിലൊക്കെ നമുക്ക് വ്യക്തതയില്ല. പക്ഷേ BJP പ്രവർത്തകർ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് നേരെ ഇങ്ങനെയൊക്കെ പ്രതിഷേധിച്ചാൽ പോലും ഇതാണ് ആത്മഹത്യാക്കുറിപ്പിന്റെ ഉള്ളടക്കമെങ്കിൽ, ഇതാണ് അതിന് കാരണമെങ്കിൽ സ്വാഭാവികമായും അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമല്ലേ സൃഷ്ടിക്കാൻ പോകുന്നത്?
തീർച്ചയായും ഇതൊരു പ്രാകൃതമായ ഒരു നടപടി ആയിപ്പോയി എന്ന് നേതൃത്വത്തിന് തന്നെ പിന്നീട് മനസ്സിലാവുകയും പിന്നെ മാധ്യമപ്രവർത്തകരോടക്കം ക്ഷമ ചോദിക്കുന്ന കരമന ജയനടക്കം ക്ഷമ ചോദിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. മാത്രമല്ല ഇത് കൃത്യമായ ഒരു മുന്നൊരുക്കത്തോടു കൂടി നടത്തിയ ഒരു അതിക്രമമാണ്. കാരണം തുടക്കം തൊട്ട് തന്നെ പല രീതിയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ ഭീഷണി ഉണ്ടായിരുന്നു. ഇതിനെ വാർത്ത കൊടുക്കരുത്, അടിസ്ഥാനരഹിതമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷേ അതിൽ ഒരു സ്ഥിരീകരണം മുന്നണിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ വാർത്ത കൊടുത്തതടക്കം. കാരണം വ്യക്തിപരമായ കാരണങ്ങളടക്കം ഇതിലുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ മുന്നോട്ട് പോയത്. പക്ഷേ BJPക്ക് നേരെ ഇത്തരത്തിലൊരു ആരോപണം ഉയരുമ്പോൾ അതിൽ വൈകാരികമായി പ്രതികരിക്കുന്നതിലുപരി അതിനെ സംഘം ചേർന്ന് മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുക, വാർത്തയെ ഇല്ലാതാക്കുക, അങ്ങനെ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ഇതൊരു പരാക്രമം നടത്തി ഇത് വാർത്തയെ ഇല്ലാതാക്കാമെന്നുള്ളൊരു ശ്രമമായിരുന്നു അവർ നടത്തിയത്. മാത്രമല്ല ഈ മാധ്യമപ്രവർത്തകർ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ ഇവരെ താഴേക്കിറക്കി താഴെ കൂട്ടം ചേർന്ന് നിന്ന മറ്റ് സംഘങ്ങൾ കൂടി മാധ്യമപ്രവർത്തകരെ ആക്രമിക്കാനുള്ള ഒരു പദ്ധതിയായിരുന്നു. അത് പോലീസ് ഇടപെട്ടാണ് അത് അക്കാര്യങ്ങളിലേക്ക് നീങ്ങാതിരുന്നത്. കാരണം മാധ്യമപ്രവർത്തകരെ മാത്രം ആ കെട്ടിടത്തിന് താഴേക്ക് എത്തിക്കുകയും താഴെ പോലീസുകാർ സജ്ജരായി നിന്നുകൊണ്ടാണ് കൂടുതൽ ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരുന്നത്. മാത്രമല്ല ഗുരുതരമായ സാഹചര്യമാണ്. കാരണം നമ്മുടെ ക്യാമറയുടെ സ്റ്റാൻഡ് അടക്കം ഉപയോഗിച്ച് തട്ടിപ്പറിച്ചുകൊണ്ട് ആ സ്റ്റാൻഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്ന സംഭവം, ക്യാമറ അതായത് സ്റ്റിൽ ഫോട്ടോഗ്രാഫറുടെ ക്യാമറയുടെ ലെൻസ് തകർക്കുക, അങ്ങനെ വളരെ ഗുരുതരമായ രീതിയിൽ ഇങ്ങനെ പരിക്കേൽപ്പിക്കുക, അതായത് കൂടുതൽ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച് അവരെ ഇവിടെ നിന്നും ഒട്ടിപ്പയക്കുക എന്ന തരത്തിലേക്കാണ് ഒരു പ്രാകൃതമായ നടപടിയാണ് അണികൾ സ്വീകരിച്ചത്. പക്ഷെ അത് തീർത്തും അപരിഷ്കൃതവും പിന്നെ കൂടുതൽ പ്രാകൃതവുമായി പോയി എന്ന തരത്തിൽ ഈ നേതാക്കളടക്കം പിന്നീട് പ്രതികരിക്കുകയുണ്ടായി, ക്ഷമ അടക്കം ചോദിച്ചു. പക്ഷേ ഈ ഒരു വാർത്തയുടെ പ്രാധാന്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത്രയും പ്രമുഖനായ ഒരു നേതാവ് വാർഡ് കൗൺസിലറാണ്, ഇങ്ങനൊരു സാമ്പത്തിക സംഘത്തിന്റെ ഒരു നേതൃനിരയിലുള്ള ആളാണ്. മാത്രമല്ല ആ സ്ഥാപനവുമായി ചുറ്റിപ്പറ്റി പല ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം ആരോപണങ്ങളെ കൃത്യമായ മറുപടികളോട്, അതായത് കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് പ്രതിരോധിക്കുന്നതിലുപരി കായികമായി നേരിടാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടന്നതെന്ന് വ്യക്തമാണ്. അഭിലാഷ്. യെസ്, എന്തായാലും മാധ്യമങ്ങൾക്ക് നേരെ പ്രവർത്തകരുടെ അതിക്രമം ഉണ്ടാകുന്നുണ്ട്. അത് പലയിടങ്ങളിലും ഞങ്ങൾ നേരിടുന്നതാണ്. പക്ഷേ വാർത്തയിൽ നിന്ന് ഞങ്ങൾക്ക് പിന്നോട്ട് പോകാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് അനിൽകുമാർ ജീവൻ ഒടുക്കിയത്? അത് അനിൽകുമാർ പ്രസിഡന്റായിട്ടുള്ള സൊസൈറ്റിയുടെ ഭാഗമായിട്ടാണോ? അനിൽകുമാറിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ എന്താണുള്ളത്? പാർട്ടിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 6 കോടിയുടെ ബാധ്യത ഉണ്ട് എന്ന മട്ടിൽ ഉള്ള വരികൾ, സൂചനകൾ ആ ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. ഒരു പക്ഷേ അങ്ങനെയല്ല എങ്കിൽ BJP നേതൃത്വം അതിന് മറുപടി നൽകട്ടെ. മറ്റൊരു കാരണവും, അതായത് കുടുംബപരമായോ വ്യക്തിപരമായോ മറ്റേതെങ്കിലും കാരണവും ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇതുവരെയും സൂചനകളിൽ ഇല്ല എന്നത് തന്നെയാണ് ഇപ്പോഴും പുറത്തുവരുന്ന വിവരം.